بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഈ പുണ്യമാസം നമുക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. നമ്മുടെയും നമ്മുടെ മരണപ്പെട്ടവരുടെയും ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയും പരിശുദ്ധ റമളാനിന്റെ റിസൾട്ട് നരകമോചിതർ എന്നതിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന ഒരു വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഒരല്പം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. കുടുംബം എന്നത് ഒരു നല്ല സങ്കല്പത്തിൽപ്പെട്ട പ്രയോഗത്തിന്റെ നാം കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്വർഗമാണ്. കുടുംബം മനുഷ്യരിൽ മാത്രമല്ല ഉള്ളത്, മനുഷ്യേതര ജീവികളിൽ പോലും, അതായത് വിവേക വിശേഷ ബുദ്ധി ഇല്ല എന്ന് പറയപ്പെടുന്ന ജീവികളിൽ പോലും ചില സന്ദർഭങ്ങളിൽ കുടുംബജീവിതം കാണാറുണ്ട്. അല്ലെങ്കിൽ മാതൃസ്നേഹത്തിൽ മക്കളെ ചേർത്ത് പിടിക്കുന്ന അത്ഭുതങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന ഒരു വന്യജീവിയാണ് സിംഹം എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷികളിലും അങ്ങനെ കാണപ്പെടുന്നുണ്ട്. വിശേഷബുദ്ധിയുള്ള മനുഷ്യരിൽ അപ്പോൾ ആ കാര്യത്തിൽ എത്ര ഗൗരവമുണ്ട് എന്നുള്ളത് ആമുഖമായി നാം മനസ്സിലാക്കി വെക്കാം. അള്ളാഹു മനുഷ്യനെ പടച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാണ്. അലഖിൽ നിന്നാണ്, കുറച്ചുകൂടി കടന്നിരിക്കാം അങ്ങോട്ട്. അലഖിൽ നിന്നാണ് അള്ളാഹു മനുഷ്യരെ പടച്ചതെന്ന് പറയുന്നു. അലഖ് എന്നാൽ ആ വാക്കിനർത്ഥം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, കെട്ടിയിടപ്പെട്ടത് എന്നൊക്കെ പറയേണ്ടി വരും. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ബന്ധങ്ങൾ വേണമെന്നതാണ് ആ പ്രയോഗത്തിൽ തന്നെ അള്ളാഹു വെച്ചിരിക്കുന്ന ലക്ഷ്യം. അലഖിൽ നിന്നാണ്, ബന്ധങ്ങളിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ചെളി എന്നതിനർത്ഥമുണ്ട്, രക്തപിണ്ഡമെന്നും അർത്ഥമുണ്ട്. പക്ഷേ ഏതായാലും ഒരു കണക്ഷൻ നിർബന്ധമാക്കുന്ന എന്തോ ഒന്ന് അതിനെ അലഖ് എന്ന് പറയും, ബന്ധത്തിന് അലഖ് എന്ന് പറയും. ഈ രീതിയിൽ മനുഷ്യനെ പടച്ചത് അലഖിൽ നിന്നാണ്, ബന്ധത്തിൽ നിന്നാണെന്ന് പരസ്പര ബന്ധത്തെ അനിവാര്യമാക്കി തന്നെ പഞ്ചസൂക്തത്തിൽ തന്നെ അള്ളാഹു ആദ്യത്തിൽ സൂചിപ്പിച്ചു. മനുഷ്യർ ബന്ധങ്ങളുടെ ഉപാസകനാണ്, ബന്ധം നിർബന്ധമായവനാണ്. അതുപോലെ തന്നെ മനുഷ്യവർഗത്തെ കുറിച്ച് കൃത്യമായി തന്നെ ഒരു വർഗം എന്നാണ് ഖലഖൽ ഇൻസാൻ, അൽ ഇൻസാൻ എന്ന പ്രയോഗത്തിലൂടെ ആദ്യം ഇറങ്ങിയ വഹയിന്റെ ആരവങ്ങളിൽ സൂചിപ്പിച്ച വാക്ക് അൽ ഇൻസാൻ, മനുഷ്യവർഗം. ജിൻസിന്റെ അലിഫ്ലാം എന്ന് പറയും. മനുഷ്യവർഗം എന്നാണ് അൽ ഇൻസാൻ എന്നതിന്റെ അർത്ഥം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദ്യത്തെ അധ്യാപനങ്ങൾ തന്നെ കുടുംബത്തിലേക്ക് സൂചന വന്നു കഴിഞ്ഞു. കുടുംബം എങ്ങനെയാണ്? ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബം 4 തരത്തിലാണ്. ഒന്ന്, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരു കുടുംബമാണ്. 2, മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബമാണ്. 3, ഒരു തറവാട്ട് പേരിൽ അറിയപ്പെടുന്ന കൂട്ടുകുടുംബക്കാർ, അല്ലെങ്കിൽ വിവാഹബന്ധത്തിലൂടെയുള്ള കൂട്ടുകുടുംബക്കാർ, അങ്ങനെ ഒരു കുടുംബമാണ്. പിന്നെ 4ാമത് കാണുന്നത് നമ്മുടെ വീടിന്റെ ചുമരിന്റെ അകത്തുള്ള
അങ്ങനെ ഒരു കുടുംബം. ഇങ്ങനെ 4 തരത്തിൽ കുടുംബത്തെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയും. വേഗം പറഞ്ഞു പോരാം. മനുഷ്യവർഗം കുടുംബമാണ് എന്ന ഒന്നാമത്തെ തലം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫൂ എന്നാണ്. മനുഷ്യവർഗമേ, ഓ ജനങ്ങളെ, തീർച്ചയായും നിങ്ങളെ പടച്ചിരിക്കുന്നത് ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ്. ഒരു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നും. മനുഷ്യരെ മൊത്തത്തിലാണ് അല്ലാഹു തആല ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കൾ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത്. അവിടെ ലോകത്തുള്ള മനുഷ്യവർഗം മുഴുവനും ഒരു കുടുംബമാണ് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞ തലം മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബം, കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി അതിന്റെ ഉള്ളിൽ ഒരു അണുകുടുംബമായി നിൽക്കാം. മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ മറ്റൊരു കുടുംബം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും. അങ്ങനെ പറഞ്ഞത് മുഅ്മിനീങ്ങൾ ഒരു ഉദരത്തിൽ കിടന്നവരാണ്, ആ ബന്ധമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഒരു കുടുംബം. തീർച്ചയായും മുഅ്മിനീങ്ങൾ ഒരു വയറ്റിൽ കിടന്ന മക്കളാണ്, സഹോദരങ്ങളാണ് എന്ന് ഖുർആൻ. ഫഅസ്ലിഹൂ ബൈന അഖവൈകും. അതുകൊണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം നിങ്ങൾ മസ്ലഹത്താക്കണമെന്ന് ഖുർആൻ. കൂടപ്പിറപ്പുകളാണ്. മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബമായി ഖുർആൻ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ആ കുടുംബത്തിൽ തന്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ചെയ്യും. അങ്ങനെയാണല്ലോ പറയാം, നമ്മുടെ സഹോദരനാണെന്നാ പറയാ. ആ സഹോദരന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രതിഫല വാഗ്ദാനം തന്നിട്ടുണ്ട്. കേട്ടോളൂ, ഒരു ഹദീസ് ഞാൻ ഉദാഹരണമായി പറയാം. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സഅ ലി അഖീഹിൽ മുസ്ലിമി ഫീ ഹാജതിഹി ഖുദിയത് ഔ ലം തുഖല. ഒരു മുസ്ലിം സഹോദരന്റെ കുടുംബാണേ. മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ, മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബം. ഒരു മുഅ്മിനായ മുസ്ലിമായ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചു അവനെ സഹായിക്കാൻ. ആ ആവശ്യം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, നീ ഇറങ്ങിത്തിരിച്ചു അവനെ സഹായിക്കാൻ. എന്നാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. തന്റെ സഹോദരനെ സഹായിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുത്തു. ഒരു കല്യാണം വിളിക്കാൻ കൂട്ടിന് വരാൻ, ബൈക്ക് ഓടിക്കാൻ ഞാനും വരാടാ എന്ന് പറഞ്ഞ് കൂടെ കൂടിയാൽ മതി, പാപം പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, വകതബ ലഹു ബറാഅത്തൈനി, 2 തരത്തിലുള്ള മോചനം അള്ളാഹു അവന്റെ ഏടിൽ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഒരു മോചനം നരകമോചനമാണ്. 2ാമത്തെ മോചനം, ഒരിക്കലും ഈ കൂട്ടുകാരനെ സഹായിക്കാൻ പോയവൻ മുനാഫിഖാവില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനവും നരകത്തിൽ നിന്നുള്ള മോചനവും കൂട്ടുകാരനെ സഹായിക്കാൻ പോയ കൂട്ടുകാരൻ അള്ളാഹു തീർച്ചപ്പെടുത്തി എന്ന് ഇമാം ഗസാലിയുടെ മുകാശഫയിൽ ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തരട്ടെ. പലപ്പോഴും പലരെ സഹായിക്കാൻ നമ്മൾ കൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൂടുന്ന ഒരു കൂടല് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം, ഒരു കല്യാണം വന്ന ഇല വെട്ടാൻ വേണ്ടിയിട്ട് 2-3 ദിവസം മുമ്പ്, ഇങ്ങനെ ഓഡിറ്റോറിയ സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടൽ അങ്ങനെയായിരുന്നു. ഒരു പന്തല് കെട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഉള്ളി നന്നാക്കാൻ ഒരാഴ്ച മുമ്പ്, അതുപോലെ തന്നെ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നേരത്തെ. അതുപോലെ തന്നെ ചിപ്സ് വറക്കാൻ വേണ്ടിയിട്ട്, ഇറച്ചി നന്നാക്കാൻ സ്ത്രീകളൊക്കെ വട്ടം കൂടിയിരിക്കും. ഒരു കുടുംബം എന്നൊരു തോന്നലാണ് എല്ലാവർക്കും. ഒരു കല്യാണം കൂടല് ഇന്ന് വെറുതെ ചോദിക്കും, നിക്കാഹ് പള്ളിയിലാണോ അതോ വീട്ടിലാണോ ഓഡിറ്റോറിയത്തിലാണോ? എപ്പോഴോ അപ്പോഴോ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്ത് പോകുന്ന, വളരെ കുറഞ്ഞ നേരം മാത്രം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ കല്യാണം. പണ്ടങ്ങനെയല്ല. ഒരു ഞായറാഴ്ച കല്യാണത്തിന് ഒരു വ്യാഴാഴ്ച എങ്കിലും കൂട്ടുകുടുംബക്കാർ കൂടുമായിരുന്നു, അയൽവാസികൾ കൂടുമായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയല്ലായിരുന്നു പണ്ട് കല്യാണങ്ങൾ. അങ്ങനെയാണ് വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന അയൽവാസികൾ, സഹോദര ബന്ധം നിലനിർത്തിയിരുന്ന ഒരു ഓർമ്മകൾ നമുക്കുണ്ട്. ഏതായാലും മുഅ്മിനീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിൽ നരകമോചനവും കപടവിശ്വാസമോചനവും അള്ളാഹു ഉറപ്പുവരുത്തുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നമ്മുടെ ഒരു സഹോദരനെ, ഒരു മുസ്ലിം സഹോദരൻ എന്ന ആ രീതിയിലുള്ള കുടുംബക്കാരനെ സഹായിക്കാൻ വേണ്ടി, ഒരു മുസ്ലിം എന്ന രീതിയിൽ സഹായിക്കാൻ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ സഹായിക്കാൻ വേണ്ടി പോകുന്ന ഓരോ ചവിട്ടടിക്കും
അല്ലാഹു തആല ഒരു ചവിട്ടടിക്ക് 70 നന്മ രേഖപ്പെടുത്തുന്നു, 70 പാപം പൊറുക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു സഹോദരന്റെ ചികിത്സയുടെ ആവശ്യത്തിന് പൈസ സ്വരൂപിക്കണം, അവൻ ആശുപത്രിയിലാണ്, അവനൊരു മുസ്ലിം ആയതിന്റെ പേരില്ല, നമ്മുടെ മഹല്ലുകാരനായതിന്റെ പേരില്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഒരു കുടുംബം എന്ന രീതിയിൽ എല്ലാ മുസ്ലിമീങ്ങളെയും അങ്ങനെ പരിഗണിക്കുന്നുണ്ട് ഇസ്ലാം. ആ ഇറങ്ങിത്തിരിച്ച ഓരോ ചവിട്ടടിക്കും, ഒരു ചവിട്ടടിക്ക് 70 പാപം പൊറുക്കും, 70 ദറജ അള്ളാഹു കയറ്റിവെക്കും, അല്ലെങ്കിൽ 70 നന്മ അള്ളാഹു രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇറങ്ങിത്തിരിച്ച ആവശ്യം നടന്നു കണ്ടാൽ, നമ്മുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഫഇൻ ഖുദിയത്ത് ഹാജത്തുഹു അലാ യദൈഹി ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു. നമ്മളുടെ നേതൃത്വത്തിൽ നടന്ന അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന സഹായത്തിൽ ആ ആവശ്യം നിറവേറിയത് നമ്മുടെ നേതൃത്വത്തിലാണ് എങ്കിൽ നമ്മുടെ പാപം അല്ലാഹു പൊറുത്തു. ഏതുപോലെ ഉമ്മ പ്രസവിച്ച പോലെയുള്ള പാപവിശുദ്ധി ഉണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തന്റെ സഹോദരനെ സഹായിക്കാനുള്ള ആ സഹായിക്കലിന്റെ ഇടയിലാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നമ്മൾ ആ സമയം ഹിസാബില്ലാതെ സ്വർഗം കരസ്ഥമാക്കിയവൻ എന്ന പദവി സ്വീകരിച്ചു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം, ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബം 4 തലത്തിൽ കാണാം. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഒരു കുടുംബമായി ഒന്നാമത് കാണുന്നു. രണ്ടാമത് മുസ്ലിമീങ്ങൾ മാത്രം, മുഅ്മിനീങ്ങൾ മാത്രം ഒരു കുടുംബം. മൂന്നാമത് പറയുന്നു കൂട്ടുകുടുംബക്കാർ, ഒരു വീട്ടുപേരിന്റെയോ അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിന്റെയോ പേരിൽ വരുന്ന ആ സർക്കിളിന്റെ അകത്ത് വരുന്ന കുടുംബം. അതിന്റെ താഴെയാണ് നമ്മുടെ ചുവരുകൾക്കുള്ളിൽ വരുന്ന നമ്മുടെ വീടിന്റെ അകത്തെ കുടുംബം. മൂന്നാമത്തതിലേക്ക് ചർച്ച വരുന്നു, വേഗം പറയാം, നമ്മുടെ കൂട്ടുകുടുംബക്കാർ എന്ന കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധം ചേർക്കുന്ന ആൾക്ക് അതിന്റെ ഇടയിൽ മിക്കവാറും വഴക്കുകൾ, പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കൊച്ചാപ്പ മൂത്താപ്പ മക്കൾ തമ്മിലുള്ള ബന്ധം അതൊക്കെയാണ്. അതുപോലെ തന്നെ അമ്മാവന്റെയും അമ്മായിയുടെയും മക്കള്, മാമ അമ്മായി മക്കള്, ആ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും ഈ കൂട്ടുകുടുംബം എന്ന രീതിയിലാണ്. അവിടെയൊക്കെ പിണക്കങ്ങൾ വരാറുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഇണക്കിച്ചേർക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ സൂചനകൾ ആ ഭാഗത്തേക്ക് ധാരാളം കടന്നു വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ കരാറിനെ സ്വീകരിച്ചിട്ട് ആ കരാറിനെ ലംഘിച്ച് മുറിച്ചു കളയുന്നവർ, അതായത് കുടുംബ ബന്ധം മുറിക്കുന്നവർ. അള്ളാഹുവിന്റെ കരാറ് ഇത് ചേർത്ത് വെക്കണം, കൂടണം, കൂട്ടിവെക്കണം. കൂട്ടിവെക്കണതിന്റെ കൂടെ ഒരു സന്തോഷവും വേണം. അങ്ങനെ കൂടലിലാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടലിന്റെ കൂടെ ഒരു ഇമ്പം ഉണ്ടാവണം, അതാണ് കുടുംബം. കൂട്ടുകുടുംബം, എല്ലാവരും കൂടേണ്ട പല അണുകുടുംബങ്ങളുടെ ഒരു സംഗമത്തെയാണ് കൂട്ടുകുടുംബം എന്ന് പറയാ. അഖാരിബ് എന്ന് പറയാ. ഖരീബ് അടുത്തവൻ, അഖാരിബ് അടുത്ത ബന്ധുക്കൾ, അങ്ങനെ പല ഖരീബുകൾ കൂടുമ്പോഴാണ് അഖാരിബാകുന്നത്. കുടുംബം പലത് കൂടുമ്പോഴാണ് കൂട്ടുകുടുംബം, കുടുംബങ്ങളുടെ ഒരു കൂട്ടമാകുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ഇടയിൽ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട്. കുടുംബസംഗമം ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് സജീവമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ കുടുംബക്കാരിൽ ധനികരുടെ സമ്പത്തിന്റെ സക്കാത്തിന്റെ ഒരു വിഹിതം ആ കുടുംബക്കാരൻ അർഹതപ്പെട്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിരുന്നു ഒരു സമയത്ത് അതിന്റെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് പരിപൂർണമായും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ചില കുടുംബങ്ങളിൽ. അതുപോലെ തന്നെ കുടുംബത്തിലെ സമ്പന്നരുടെ പണം പാവപ്പെട്ടവർക്ക്, അതുപോലെ സ്വാധീനമുള്ളവരുടെ സഹായം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാ വഴി ഒരു ബന്ധത്തെ, മുൻപ് തലമുറകളിൽ മുറിഞ്ഞുപോയ ആ ഓർമ്മകളെ വീണ്ടും വീണ്ടും ചേർത്ത് കൊണ്ടുവരുന്ന ഒരു സംവിധാനമായി കുടുംബയോഗങ്ങൾ, കുടുംബ സംഗമങ്ങൾ ഉണ്ടായിരുന്നു. ഈ റമദാൻ വന്നിട്ട് ഇഷ്ടംപോലെ കുടുംബ സംഗമങ്ങളുടെ നോമ്പുതുറകളും മറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടന്നുപോകലുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നടന്നുപോകൽ 2 എണ്ണാണ്. ഒന്ന് ഫർള് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് ഒരാള് ഫർള് നിസ്കരിക്കാൻ നടന്നാണ് പോയത് എങ്കിൽ ആ നടന്നു പോകലിന് അള്ളാഹു വലിയ
ഇഷ്ടവും സ്ഥാനവും കൊടുക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഒരു നടന്നു പോകൽ അള്ളാഹുവിന് വലിയ ഇഷ്ടം. അതായത് രണ്ടാമത്തെ യാത്ര അള്ളാഹു ഇഷ്ടപ്പെടുന്നത് താൻ പോണ വഴിയിലാണ് ഒരു മൂത്താപ്പാടെ മോള് അവിടെ കെട്ടിച്ചു വിട്ടത്. അന്ന് ആ കല്യാണം കൂടെ പോയതല്ലാതെ പിന്നെ പോയിട്ടില്ല. അവിടെ കേറല്, ഒരു കൊച്ചാപ്പായുടെ മകൻ അല്ലെങ്കിൽ ആങ്ങളയുടെ മോൻ, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ട് ആ വീട്ടിലേക്ക് ഒരു യാത്ര നമ്മൾ നടത്തുന്നു. എന്റെ പൊന്നു ഉസ്താദെ, പൊതി വാങ്ങണം, എന്താ വില? അത് പൊതിയൊക്കെ പൊതി പിന്നെ തഹാബു തഹാദൗ എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ കൊടുക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതുവഴി സ്നേഹം വർദ്ധിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹവും വേണം, ഹദിയയും വേണം, രണ്ടും വേണം. പൊതി വാങ്ങലൊക്കെ കൂലിയുള്ള കാര്യമാണ്. ഏതു ആകട്ടെ, കൂട്ടുകുടുംബക്കാരനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ യാത്ര എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ല ഏതൊരു കാര്യത്തിനും. സദഖ കൊടുക്കുമ്പോൾ സ്വഹീഹ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന സദഖത്തു അലാ മിസ്കീൻ സദഖ. മഹാനായ അനസ് തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അസ്സദഖത്തു അലാ മിസ്കീനിൻ സദഖ. ഒരു മിസ്കീനായ മനുഷ്യൻ നമ്മുടെ കുടുംബക്കാരനല്ല, അയാൾക്ക് നമ്മൾ ഒരു സദഖ കൊടുത്താൽ സദഖയുടെ കൂലിയുണ്ട്, സദഖയുടെ വലിയ കൂലി കിട്ടും. അതേ സദഖ നമ്മുടെ കുടുംബത്തിലെ ഒരു മിസ്കീനായ മനുഷ്യനാണ് ചൊല്ലുന്നത് എങ്കിൽ ഫിൻതാൻ, ഇരട്ടിക്കൂലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ കൂലി സദഖയുടെ കൂലി തന്നെ. രണ്ടാമത്തേത് വസില, കുടുംബ ബന്ധം ചേർക്കണം. ഇത് ചേർന്നിരിക്കണം. ചേർത്ത് വെച്ചാലേ ഇത് ചേരുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാന സ്വഭാവം ചേരാതിരിക്കലാണ്. ഇനി ചേരുന്നോടത്ത് ചേർച്ച വിടിക്കാൻ വേണ്ടി ഒരു മൂപ്പര് ഓടി നടക്കുന്നുണ്ട്. കാരണം ഈ ചേർച്ച വിട്ടാൽ സ്വർഗം ഇല്ല എന്ന് പുണ്യ നബി. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, സ്വഹീഹുൽ ബുഖാരി. ഈ ചേർച്ച വിട്ടുപോയാൽ സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അപ്പൊ ഈ ചേരൽ ഇടക്കിടക്ക് വേണം. എങ്ങനെയൊക്കെ നമുക്ക് കുടുംബബന്ധം ചേർക്കാം? ഞാൻ വേഗം പറയാം. അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്തുന്നതായി കാണാം. എങ്ങനെയൊക്കെ കുടുംബബന്ധം ചേർക്ക? ഇദാ കാന ലക ഖരീബുൻ ഫലം തംശി ഇലൈഹി ബിരിജ്ലിക. കേട്ടോ, നിനക്കൊരു കുടുംബക്കാരനുണ്ട്, നിന്റെ മഹല്ലിൽ തന്നെയാണ്, അങ്ങോട്ട് നീ ഒന്ന് പോയതേ ഇല്ല. അങ്ങനെ ഉണ്ട്. പെരുന്നാളിലെ ചില സന്ദർശനങ്ങളുണ്ട്. പെരുന്നാളാവുമ്പോ ഒരു സന്ദർശനം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കറങ്ങലുണ്ട്. നിന്റെ കുടുംബക്കാരൻ നിന്റെ മഹല്ലിലുണ്ടായി, നീ ഒരു വട്ടം പോലും അങ്ങോട്ട് പോയതേ ഇല്ല. നീ പോവാൻ നിനക്ക് നേരമില്ല. എന്നാൽ വലം തുഴ്ത്തിഹി മിൻ മാലിക, നിന്റെ വക എന്തെങ്കിലും ആ നോമ്പ് വന്നപ്പോ ഒരു 500 രൂപ ഒരു കവറിലിട്ട് അങ്ങ് കൊടുത്തു വെച്ചു. അല്ലെങ്കിൽ നീ ഒരുപാട് കിറ്റ് കൊടുത്തവനാ. അല്ലെങ്കിൽ പലയിടത്തും കിറ്റ് കിട്ടിയപ്പോ നിനക്ക് 2 എണ്ണം കൂടുതൽ കിട്ടിയപ്പോ നീ 1 എണ്ണം കൂടി ചോദിച്ചു വാങ്ങി അവിടേക്കൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട്. നീ എന്തെങ്കിലും ഒന്ന് കൊടുത്തയച്ചതുമില്ല, നീ പോയതുമില്ല. ഒന്നുകിൽ നീ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കണം. ഒന്നുകിൽ നീ പോകണം, അല്ലെങ്കിൽ നീ കൊടുത്തയക്കണം. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ വഴക്കോ പിണക്കോ തെറ്റോ അനാവശ്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിലില്ല. പക്ഷേ നീ ഇടക്കിടക്ക് പോയിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. അവനതിന്റെ പേരിൽ വിരോധ വിഷമമൊന്നുമില്ല കേട്ടോ. തിരക്കാണ്, അങ്ങനെ പറയാം, തിരക്കായത് കൊണ്ട് പോയില്ല. മാത്രവുമല്ല നീ ഒന്നും കൊടുത്തയച്ചതുമില്ല. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഖതഅതഹു, ആ കുടുംബബന്ധം നീ മുറിച്ചവൻ എന്ന് മഹാന്മാർ രേഖപ്പെടുത്താണ്. പഠിച്ചവനതിന് വഴക്കിടണ്ട. കുടുംബബന്ധം മുറിയാൻ നിന്റെ പോക്ക് കുറഞ്ഞാൽ മതി, നീ കൊടുത്തയക്കൽ കുറഞ്ഞാൽ മതി. കൊടുക്കാനൊന്നുമില്ല, നിനക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, സിലൂ അർഹാമക്കും വലൗ ബിസ്സലാം. ഒരു അസ്സലാമു അലൈക്കും എന്നത് ആ വഴിക്ക് പോണ ഒരാളോട് പറഞ്ഞേപ്പിക്കാം. എടാ നീ അങ്ങോട്ടാണ് പോണ, അവിടെ എന്റെ മുത്താപ്പടെ മോനുണ്ട്, കാണാൻ ഈ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞേക്ക്, അതെങ്കിലും പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നിന്റെ മൊബൈലിൽ ഒരു അസ്സലാമു അലൈക്കും എന്നത് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയക്കാം, ഒരു സ്റ്റിക്കർ ഇടക്കിടക്ക്. ഇനിയിപ്പോ അത് മാത്രം ചെയ്താൽ കുടുംബബന്ധം ചേർത്തുന്നല്ല, ഒരു സലാം പറഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നനച്ചുകൊണ്ടിരിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുല്ലു അർഹാമക്കും
എന്ന് ഒരു ഹദീസിൽ കാണാം. ബല്ലയബുല്ലു നനച്ചു കൊടുക്കൽ വാടിപ്പൂ, ഇടക്കിടക്ക് നനവെത്തണം. വേറൊരു റിവായത്തിലുണ്ട് സിലു അർഹാമക്കും ചേർത്ത് വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂട്ടുകുടുംബക്കാരോട് അങ്ങനെ, ഇതാണ് കുടുംബം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം. കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിലേക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം മുറിച്ചവൻ വന്നിരുന്ന ആമീൻ പറഞ്ഞാൽ ആ സദസ്സിൽ ദുആക്ക് ഇജാബത്തില്ല. അഹ്മദ് സമർഖന്ദി തന്നെ ഒരു സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യഗൗരവമായ ഒരു ദുആയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സദസ്സിൽ കുടുംബത്തെക്കുറിച്ചും കുടുംബബന്ധങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി ദുആ ചെയ്യാൻ പോവുകയാണ്. ആ സമയം ഹബീബായ നബി തങ്ങളുടെ ഉദ്ബോധനത്തിലുണ്ടായിരുന്നു, കുടുംബബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലിരുന്നാൽ അവർ ആമീൻ പറയുന്ന ദുആക്ക് ഇജാബത്തില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ഇതേ ദുആ തുടങ്ങാൻ പോവാ. വഅദ് കഴിഞ്ഞു, ദുആ തുടങ്ങാൻ പോവാ. അപ്പോഴുണ്ട് ഫഖാമ റജുലുൻ മിൻ അദ്നൽ മജ്ലിസി. സദസ്സിന്റെ ഒരറ്റത്ത് നിന്നും ഒരു സ്വഹാബി സഹോദരൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഈ ദുആ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ളതിന്റെ ആമുഖ കാര്യങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് അദ്ദേഹം വീട്ടിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് സദസ്സിലിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ സ്വഹാബിയെ വിളിച്ചു, ഹാ അന്ത ഹലുമ്മ, മോനെങ്ങുവാ, എന്തേ ഇതിന്റെ ഇടയിൽ എണീറ്റ് പോയത്? നബിയെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മയുടെ സഹോദരിയോട് ഞാൻ തർക്കം കൂടിയിരുന്നു. എന്റെ കുഞ്ഞുമാക്ക് എന്നോടൊരു പിണക്കമുണ്ടായ പോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങയുടെ പ്രോജ്വലമായ വാക്കുകളിൽ അത് ഓർത്തു വന്നപ്പോ ഞാൻ മുഖേന ഈ സദസ്സിന്റെ ദുആ നഷ്ടപ്പെടേണ്ട നബിയേ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമാനെ കൊണ്ട് ഞാൻ പൊരുത്തപ്പെടിക്കാൻ പോയതാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ സ്വഹാബിയെ ചേർത്ത് പിടിച്ച് പ്രശംസിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാ വേണ്ടത്. ആ സ്വലാത്തിന്റെ ദുആ ഇറക്കാൻ വേണ്ടി ഉസ്താദ് ഇങ്ങനെ എല്ലാം റെഡിയായ കുൽഹുവല്ലൊക്കെ ഓതി തുടങ്ങുമ്പോ ആ വഴക്കിട്ട ആൾക്കാർക്ക് ആ വാതിക്കടെ ഇറങ്ങി പോയാൽ ബാക്കിയുള്ളവർക്ക് ആ ദുആ കിട്ടുമെന്ന് ആ പറഞ്ഞതിനർത്ഥം. അല്ലാതെ സ്വലാത്ത് ഹൽക്കയില് ദുആ എന്നിട്ട് ഉത്തരവില്ല എന്ന് പറഞ്ഞ് പള്ളിയിലെ ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ആമീൻ പഠിക്കുന്ന ആളെ കൂടി പരിഗണിച്ചിട്ടാണ്. ഇത് കുടുംബബന്ധം മുറിച്ച ആളാണെങ്കിൽ അല്ലാഹു പിന്നെ ദുആക്ക് ഇജാബത്തില്ല, ആ ദുആ പരിഗണിക്കില്ലെന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് ഈ പറഞ്ഞ ചെറിയ കാര്യമാണോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരുക്കുന്ന പശ്ചാത്തലം അങ്ങനെയാണ്. ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും ഒരു കുടുംബം, അതിൽ മതമില്ല, എല്ലാവരും കുടുംബം. നിന്റെ അയൽവക്കത്തെ സഹോദരൻ എന്ന് പറഞ്ഞുകൊടുത്ത് മതം പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു നിന്റെ പിന്നെ എല്ലാ മുഅ്മിനീങ്ങളും കുടുംബം. പിന്നെ നിന്റെ വീട്ടുപേരിന്റെ അല്ലെങ്കിൽ കെട്ടുബന്ധത്തിന്റെ ആ സർക്കിളിൽ വരുന്ന കുടുംബം. ഇനി മൂന്നെണ്ണം കഴിഞ്ഞ് നാലാമത് പറയാണ് നമ്മുടെ വീടിന്റെ അകത്തുള്ള കുടുംബം. അവിടെ തന്നെ ശരിയല്ല. വീടിന്റെ അകത്തുള്ള കുടുംബത്തിൽ നമ്മൾ പരിഗണന തുടങ്ങണം. ഒന്നാമത് പരിഗണിക്കേണ്ടത് പ്രസവിച്ചവളുടെ വയറിന്റെ നൊമ്പരത്തെ ചൂട് തന്ന് വളർത്തിയ പിതാവിന്റെ താല്പര്യത്തെ. അവിടെ നാ തുടങ്ങുന്നത്. വീടിന്റെ അകത്തേക്ക് കയറി എന്താ ഈ ബന്ധങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത്? ഒരു മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടില് അതിനു മുമ്പുണ്ടായ സന്തോഷങ്ങൾ ചിലപ്പോ ഉണ്ടായി തുടർന്ന് പോകലൊരിത്തിരി പ്രയാസ. കാരണം പരസ്പരം ഈഗോ വർക്ക് ചെയ്യും. അവിടെ ഉമ്മയും വാപ്പയും അമിതമായി ഇടപെടുന്ന ചില സാഹചര്യങ്ങൾ കയറി വരാറുണ്ട്. ഒരു അല്പം അഡ്ജസ്റ്റ് ചെയ്യണം. ഉമ്മയെയും വാപ്പയെയും പരിഗണിക്കാതെ മക്കൾ വലുതായി എന്നൊരു തോന്നലിൽ സ്വയം തീരുമാനിക്കലും കടന്നു വരാറുണ്ട്. ഒരല്പം പരിഗണിക്കണം. മരുമകളുടെ ഏതോ അകന്ന കുടുംബത്തിൽ ഒരു ആവശ്യം നടക്കുമ്പോ അവിടേക്ക് ഈ മരുമകളെയും പുതിയ മരുമോനെയും ക്ഷണിക്കുമ്പോ ആ മരുമകൻ എന്നുള്ള പരിഗണനയിൽ അദ്ദേഹം ഒരു മകൻ തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്റെ മോളും മരുമോനും ഇറങ്ങി വരുമ്പോ ഒരു വാക്ക് വാപ്പാനോടും ഉമ്മാനോടും പറയല്, ആ ക്ഷണം അവിടെയും ഒന്ന് അറിയിക്കല്, അതും ഒരു മര്യാദയാണ്. അത് ആ കാരണവന്മാരും ഒന്ന് ബഹുമാനിക്കലാണ്. പല ആവശ്യങ്ങളിലും ഭാര്യ വിളിച്ചോടത്തേക്ക് ഭർത്താവ് പോകുന്നു എന്നല്ലാതെ ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രായമുള്ള വാപ്പായുമായോ അത് അറിയണമെന്നില്ല. മോൻ അങ്ങടാ പോയത്, മരുമോൾ അങ്ങടാ പോയത്, അവളെന്താ എന്ന കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന്.
ചിലർക്ക് അത് അറിഞ്ഞേ പറ്റും, അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ട്, ആകെ പ്രശ്നങ്ങളാണ്. സംഗതി വലിയ മഫ്തയൊക്കെ ചുറ്റിയായിരിക്കും വന്നത്, പക്ഷെ അമ്മായിമ്മയുടെ സ്വഭാവം വളരെ മോശം ഉസ്താദ് എന്ന് പറയാൻ ഇഷ്ടംപോലെ മരുമക്കളും ഉണ്ടാവും, നേരെ തിരിച്ചും ഉണ്ടാവും. ഏതായാലും വീടിന്റെ അകത്തെ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ്, ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ കുടുംബത്തിന്റെ അകത്തെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ബന്ധം വാപ്പയെയും ഉമ്മയും തന്നെയാണ്, അതിൽ തർക്കമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അൻഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം فلا تطعهما وصاحبهما في الدنيا معروفا. വീടിന്റെ അകത്ത് വന്ന ഉമ്മയെയും വാപ്പയെയും മതം പോലും പരിഗണിക്കാതെ നീ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. മതം പോലും പരിഗണിക്കാതെ നീ മുസ്ലിമായി വന്നവനായിരിക്കാം, നിന്റെ വാപ്പയും ഉമ്മയും ആ മതത്തിൽ നിന്നും തിരിച്ചു പോന്നിട്ടില്ല, അവർ പഴയ മതത്തിലുള്ളവരായെന്നാലും റമദാൻ വരുമ്പോൾ ഒന്ന് പരിഗണിക്കാം. ഒരു പെരുന്നാൾ വരുമ്പോൾ നീ ആഘോഷിക്കുമ്പോൾ നിനക്ക് പെരുന്നാൾ നീ മുസ്ലിമായ നിന്റെ പേരിൽ, വാപ്പയമ്മയും മുസ്ലിമായതല്ല, അച്ഛനും അമ്മയും അങ്ങനെ തന്നെ പഴയ മതത്തിലാണ്, എന്നാൽ ഒരു ജോഡി ഡ്രസ്സ് അവർക്കും കൊടുക്കണം, നോമ്പോറയിലേക്ക് വിളിക്കണം, കല്യാണത്തിന് വിളിക്കണം, എന്തൊക്കെ ചെയ്തു കൊടുക്കാം അതൊക്കെ ചെയ്തു കൊടുക്കണം. ഷിർക്ക് ചെയ്യാൻ അവർ വിളിച്ചാൽ മാത്രം, അമ്പലത്തിലേക്ക് പോകാൻ വിളിച്ച പോവലൊഴിച്ച് ബാക്കി എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളത്, സുഖലാന്ന് പറഞ്ഞാൽ പോകണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യരോട് അല്ലാഹു വസിയത്ത് ഏൽപ്പിച്ചു എന്നാ പറഞ്ഞത്. വസിയത്ത് എന്നതൊരു സാധാരണ വർത്തമാനമല്ല, വസിയത്ത് എന്നത് ഒരാൾ മരിക്കാൻ നേരം പറയുന്ന കാര്യങ്ങളാ വസിയത്ത്. മരണമൊഴിക്ക് പോലും നമ്മുടെ ജുഡീഷ്യറിയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരാളുടെ മരണമൊഴി എന്നതിനാ വസിയത്ത് ചേർത്ത് പറയാ. അത്ര പ്രാധാന്യത്തിൽ നിന്നെ ഏൽപ്പിക്കാണ് അല്ലാഹു. എന്താണ് നിന്നെ ഏൽപ്പിച്ചതെന്നറിയുമോ? ബിവാലിദൈഹി, വാപ്പായെയും ഉമ്മായെയും നീ നോക്കണേ, വാപ്പാനും ഉമ്മാനെ നോക്കണേ എന്നാണ് ഏൽപ്പിച്ചത്. അല്ലാഹു വസിയത്ത് പ്രാധാന്യത്തിൽ ഏൽപ്പിച്ച് നിന്റെ വാപ്പയെ നോക്കണേ, നിന്റെ ഉമ്മയെ നോക്കണേ. അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർ മരിച്ചാലും അവർക്കുള്ളതും നീ കൃത്യമായി എത്തിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ. വാപ്പയെയും ഉമ്മയെയും ഒരുമിച്ച് പറഞ്ഞു. ഇനി കേട്ടോളി ആയത്തിന്റെ രസകരമായ അവതരണം. എത്ര അടുത്തായി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, നല്ലത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നത് കണ്ടോളൂ. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പിന്നെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളാ പറയാ. വാപ്പയെയും ഉമ്മയെയും ഒരുമിച്ച് പറഞ്ഞിട്ട് പിന്നെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളാ പറയുന്നത്. എന്താ ഉമ്മ സഹിച്ച ത്യാഗം? അവനെ ഗർഭം ചുമന്നു, അവനെ ഗർഭം ചുമന്നു. ആ ഗർഭം ചുമന്നതാവട്ടെ ഹമലത്ഹു, ഗർഭം എന്ന് പറയാനുള്ള, ഗർഭം ചുമക്കാന്ന് പറഞ്ഞത്, ചുമന്നുകൊണ്ട് നടക്കാം. ചുമന്നുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ത്യാഗം. ഞാൻ പറയട്ടെ, 2 കിലോ പഞ്ചസാര മേടിച്ചിട്ട് ഒരാള് എസ്സംപുരത്ത് നിങ്ങൾ നടന്നു വരാന്ന് പറയുന്നത് ത്യാഗം തന്നെ. അത് ചുമന്നുകൊണ്ട് വരണം. 2 കിലോ പഞ്ചസാര, അത് പഞ്ചസാരയൊക്കെ പോട്ടെ, ചില കല്യാണത്തിന് പോയിട്ട് വയറ് നിറഞ്ഞാൽ തന്നെ നമുക്ക് ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. കല്യാണത്തിന് പോയിട്ട് വയറ് നിറയാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു 12 മണിയോടടുത്ത് ആ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പല്ലിന്റെ ഇടയും കുത്തി പോണ പോക്ക് കണ്ട നമുക്കറിയാം. ആ പോണ പോക്കിൽ ലോഹറും പോയി, അസറും പോയി, ഒക്കെ പോയി. കാരണം അമ്മാതിരി ക്ഷീണമായിരിക്കും ഈ വയറിങ്ങനെ നിറഞ്ഞ ആ മനുഷ്യന്. പിന്നെ കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റൂല. അതല്ല പറഞ്ഞത്, അതൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ഒരു ആശ്വാസം കിട്ടിയത് അതല്ലേ. ഇത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ കഴിഞ്ഞ 15 മിനിറ്റ് പോലെയല്ല, പിന്നെ അടുത്ത 15 മിനിറ്റില് അതിന്റെ ഇരട്ടിയാ വരുന്നത്. ഉമ്മ ചുമന്നുകൊണ്ട് നടന്നു.
പ്രയാസത്തിന്റെ മേൽ പിന്നെയും പ്രയാസമായ ഉമ്മ വഹിച്ചത്. 2.5 മാസമുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ച എന്നത് ഗ്രാമുകളിൽ നിന്നും കിലോയിലേക്ക് എത്താൻ അത് അടുത്തുകൊണ്ടിരിക്കുക. 5-ാം മാസത്തിലേക്ക് എത്തിയപ്പോൾ ആ 2.5 മാസത്തിന്റെ ഇരട്ടിയായിപ്പോൾ വയറ്റിലുള്ളത്. ആദ്യത്തെ 2.5 മാസത്തിന്റെ അനക്കമില്ലാതെ കിടന്നുവെന്ന് വെച്ചോളൂ. എന്നാൽ പിന്നെ വന്ന 2.5 മാസത്തിൻ്റെത്, അതായത് 5 മാസം പൂർത്തിയായപ്പോൾ അതൊരു ചലനമുള്ളതായി മാറി. ചവിട്ടലായി, കുത്തലായി. 7.5 മാസത്തിലൊന്ന് ഉറങ്ങി കണ്ണടച്ച് വരുമ്പോഴേക്കും വയറ്റിൽ കിടന്നവന്റെ കാലുകൊണ്ട് തത്തിക്കളിക്കുന്നത് പുറത്തു നിന്ന് തന്നെ കാണാൻ കഴിയും. അല്ലാഹുവേ, ആ സമയം ഭർത്താവ് അതറിയുന്നില്ല. എങ്ങാനും ഒരു ബെഡ്റൂമിൽ ഭർത്താവിന് അങ്ങനെ അനുഭവം ഉണ്ടായ പേടിയാവാന്ന് പറഞ്ഞ് മാറിക്കും ഒരു പക്ഷെ. കാരണം എന്താ, മൂപ്പർക്ക് അത്രേ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ഉമ്മ തന്നെയാണ് അതിനെ ആശ്വസിപ്പിക്കല്. ഉമ്മയുടെ കയ്യ് ആ കുട്ടിയുടെ ശരീരത്തിലൊന്ന് വീണ ആ കയ്യ് എന്തൊരു ഇമ്പമാറുന്ന താളമിടും. അത് വാപ്പയുടെ കൈ, വാപ്പ 10 മിനിറ്റ് കൂടുതൽ കൊച്ചു കരഞ്ഞ വാപ്പ അത് എടുത്തുകൊണ്ട് പോകാൻ പറയും. അതിനപ്പുറത്തേക്ക് വാപ്പാക്ക് കഴിയില്ല. എന്തേ? അതുകൊണ്ടാണ് അതിനെ വാപ്പ എന്ന് പറയുന്നത്. അത് ഉമ്മാക്ക പറ്റുള്ളൂ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിൻസീളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അമ്മ, ഉമ്മ രണ്ടും ഹറക്കത്താണ്. അലിഫിന് ലമ്മും ഹറക്കത്താണ്, ഫത്ഹും ഹറക്കത്താണ്. ഒരേ പ്രാധാന്യം രണ്ടും. അമ്മയായാലും ഉമ്മയായാലും എങ്ങനെയാ ഒരു മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉച്ചാരണമാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ. സ്വാഭാവികമായും നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കണം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാരായിരിക്കും നിങ്ങൾക്കൊക്കെ നോമ്പുണ്ടെന്ന്. ശരിയല്ലേ? നോമ്പില്ലേ? എല്ലാവർക്കും നോമ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുണ്ട് കൂട്ടി പിടിച്ചായിരിക്കാം, അല്ലേ? അതൊരു സ്വാഭാവികത. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ എനർജി എടുക്കണ്ട, ചുണ്ട് കൂട്ടി പിടിച്ചായിരിക്കാം. ഇനി തുറക്കാനോ, നമ്മൾ തുറന്നാൽ ഏത് സമയത്തും പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന നിഷ്പ്രയാസം ഉച്ചരിക്കുന്ന ഒരു ഉച്ചാരണമാണ് അകാരം. അകാരം ചുണ്ട് കൂട്ടുക എന്നത് അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു അടിസ്ഥാനപരമായ ഒരു രീതിയാണ്. ചുണ്ട് കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്. സുക്കൂത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവലംബിക്കേണ്ടത്, മിണ്ടാതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചുണ്ട് കൂടിയിരിക്കണം. സ്വാഭാവികമാണ്. ഒരു വൈകാരിക രംഗത്ത് ആദ്യം വിളിച്ചു പോകും അമ്മ അല്ലെങ്കിൽ അമ്മോ ഉമ്മോ വിളിച്ചു പോകും. എന്തുകൊണ്ടാ? ഇവൻ ആദ്യം ഉച്ചരിച്ചത് അല്ലാ എന്ന് പറയുന്നതിന് മുമ്പ് ഇവൻ ആദ്യം ഉച്ചരിച്ചത് ഉമ്മ, അമ്മ. ആദ്യം ആ മാ ചേർന്ന് വിളിക്കുന്നു. മാ ചേർന്നുള്ള ഉച്ചാരണം അവന്റെ ചുണ്ടിലേക്ക് വന്നത് ഏറ്റവും വലിയ ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണ്. ചിലപ്പോ ഈ പശു കരയുന്നതും ഒരു മാ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആട് കരയുമ്പോഴും ഒരു പൂച്ച കരയാലും മിയാവുക വരുന്നത്, അല്ലെ? എവിടെയൊക്കെ ഒരു മാ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതൊരു വല്ലാത്ത അത്ഭുതമാണ്. മീമ് എന്നത് മനുഷ്യ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ മാറ്റി നിർത്താൻ പറ്റാത്ത പ്രധാന ഘടകമാണ് മീമ്. മനുഷ്യൻ എന്ന് ഏത് ഭാഷയിൽ പറഞ്ഞാലും അതിൽ മീമുണ്ട്. ഉദാഹരണം, മനുഷ്യൻ മലയാളത്തില് മ, അറബിയിൽ മർ എന്ന അറബിയില് മർ എന്ന് പറയും മനുഷ്യൻ. മാണ്ട്. ഇംഗ്ലീഷിൽ എന്താ പറയാ? MAN, മാൻ. ഇനി അതിന്റെ പെണ്ണാണെങ്കിലോ വുമൺ. അവിടെയൊക്കെ മാണ്ട്. ഹിന്ദിയിലേക്ക് വരുമ്പോ, ഉറുദുവിലേക്ക് വരുമ്പോൾ ആത്മീ, തമിഴിലേക്ക് വരുമ്പോൾ മനിതൻ, സംസ്കൃതം മർത്യൻ. എവിടെയായില്ലാത്തത്? മീമെന്ന് പറയുന്ന ഒരു അഭേദ്യ ബന്ധം ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ഹബീബിനോടുണ്ട്. എന്തുകൊണ്ട്? റൂഹുള്ള എല്ലാവരുടെയും റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ. ആ പേര് തന്നെ 3 മീമിന്റെ സംഗമ കേന്ദ്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മ എന്ന് പറയാനും ഉമ്മ എന്ന് പറയാനും മീമ് കടന്നു വരികയാണ്. പ്രയാസത്തിന്റെ മേൽ പ്രയാസമായ അവൾ നിന്നെ വഹിച്ചത്, ചുമന്നത്. എന്നിട്ടോ അവൾ ഒരു പ്രസവം നടത്തിയത്. എന്തൊരു പ്രസവമാണ്! നിനക്കറിയുമോ?
ആ നേരത്തെ ആ ശരീരത്തിൽ അതിനു മുമ്പ് വരാത്ത ഒരു വിയർപ്പ് അന്ന് വന്നതാ. നമ്മുടെ ശരീരം വല്ലാതെ വിയർക്കും. എപ്പോഴാ? എല്ലാ ഗ്രന്ഥികളും എപ്പോഴാ വേർക്കുക? ഒരു കട്ടൻ ചായ കുടിച്ചാ നമ്മൾ വേർക്കും. ഒന്ന് ഉണരുമ്പോഴാ. കട്ടൻ ചായ കുടിച്ചു ഉണർന്നു. ഒരു ഉണർവിന് കട്ടൻ ചായ കുടിച്ചാൽ ഉണർവില് വിയർക്കുമെങ്കിൽ ആ ശരീരം അന്ന് ഉണരുന്ന പോലെ ആ ശരീരം അതിനു മുമ്പ് ഉണർന്നിട്ടില്ല. എല്ലാ ശരീരത്തിന്റെയും പരമാവധി ഉണർവ് വരുന്നത് മരണനേരത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യാഇൽ പറയുന്നുണ്ട്. അന്നാസ് നിയാം ഫൈദാ മാതു ഇൻതബഹു. സയ്യിദുനാ റസൂലുള്ളാഹി ജനങ്ങളെല്ലാവരും ഉറങ്ങാണ്. എപ്പോഴാ ഉണരാ എന്നറിയോ? അവര് മരിക്കുന്ന നേരത്താ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് മരണനേരത്ത് ഉണരും, മരിക്കുമ്പോ ഉണരും. മരിക്കുമ്പോ ഉണരുമ്പോൾ അവൻ അതുവരെ വിയർക്കാത്ത വിയർപ്പ് എന്ന പോലെ പ്രസവത്തിന്റെ നേരത്തൊരു പെണ്ണ് ഉണരാ. അതുവരെ ആ ശരീരത്തിന്റെ ചില ഗ്രന്ഥികൾ പ്രവർത്തിച്ചില്ല. അത് അന്ന് പ്രവർത്തിക്കാനുള്ളതാ. ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്നത് എന്നും തുറക്കും. അത് അത്രയും വെള്ളം കയറി കഴിയുമ്പോഴേ തുറക്കും. അന്ന് അവൾ കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ വാപ്പ മരിച്ചപ്പോ അവൾ കരഞ്ഞിട്ടില്ല. അന്ന് അവൾ കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ കാലിൽ കുപ്പിച്ചിൽ തറച്ചപ്പോൾ അവൾ വേദനിച്ച് കരഞ്ഞിട്ടില്ല. അവളതാ അവളുടെ ഔറത്താരും കാണാതെ കൊണ്ടു നടന്ന അവളുടെ സ്വകാര്യത പോലും അവൾ മറന്നുകൊണ്ട് അലറിക്കരയാ. പ്രസവം നടക്ക. എന്തൊരു മാനനഷ്ടത്തിന്റെ വേദന. ശരീരം വീർപ്പ് മുട്ടുകയാ. ഈ വേദനയോടെ അവൾ മരിച്ചാൽ അടർക്കളത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവന്റെ പദവി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറക്കാൻ പറ്റുമോ അങ്ങനെ ഒരാള്? നമുക്ക് എല്ലാവർക്കും നിർബന്ധമായും ഉണ്ടായിട്ടില്ലേ? അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ട ഉമ്മമാർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എങ്ങനെ മറക്കാൻ പറ്റും? ഏത് ഖോജരാജയായാലും അങ്ങനെ ഒരാളില്ലാതെ ഉണ്ടോ? എടോ, സ്വർഗത്തെ അള്ളാഹു നിസ്സാരപ്പെടുത്തി കളഞ്ഞു. എന്തുകൊണ്ട്? ഇവള് ചവിട്ടിയതിന്റെ പേരിൽ. എന്നാൽ ആ നിസ്സാരപ്പെടുത്തൽ ഒരു മഹത്വപ്പെടുത്തലാ. അവള് ചവിട്ടിയ സ്വർഗമാ നിനക്കുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും സ്വർഗം തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും ഖാല റസൂലുള്ളാഹി. ഉമ്മ ചവിട്ടിയത് കൊണ്ട് അത് സ്വർഗമായത്. ഉമ്മ ചവിട്ടിയോടത്ത സ്വർഗമായത്. സ്വർഗത്തിന് ഉമ്മയേക്കാൾ മഹത്വമില്ല. എന്താണ് നമ്മുടെ അധ്യാപനം? അവിടെയാണ് ആദ്യത്തെ കുടുംബം സ്ഥാപിക്കപ്പെട്ടത്. അവിടെയാണ്.